ഇനി മറ്റൊരു കാര്യം കൂടി നമുക്ക് നോക്കാം. വിഴിഞ്ഞം വലിയ വരുമാനമുണ്ടാക്കിയെന്ന് വലിയ പ്രചരണങ്ങൾ നടക്കുകയാണ്. പക്ഷേ അദാനി ചില കണക്കുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് പൂർണ്ണമായും അദാനി കമ്പനിയുടെ വേർഷനാണ്, അല്ലെങ്കിൽ ആ കമ്പനി കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതുവരെ തങ്ങൾ 4400 കോടിയോളം രൂപ മുടക്കി, പക്ഷേ അതിനൊത്ത വരുമാനമൊന്നും അവിടുന്ന് ലഭിക്കുന്നില്ല എന്നതാണ് അദാനിയുടെ വാദം. വിദേശ നിക്ഷേപത്തിന് നിർബന്ധിതമായത് ഈ പശ്ചാത്തലത്തിലാണെന്നാണ് അദാനി വാദിക്കുന്നത്. അതിന് ചില സാമ്പത്തിക കണക്കുകൾ കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഡാൻ, എന്താണ് ഈ കണക്കുകളുടെ അടിസ്ഥാനം? അദാനിയുടെ വേർഷൻ മാത്രം മതി, നമ്മളത് നമ്മുടെ പോർഷനായി ചേർക്കേണ്ടതില്ല. അദാനി എന്താണ് ഈ വിഷയത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? അതായത് 2015 ഓഗസ്റ്റ് 17 അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും കരൺ അദാനിയും തമ്മിൽ ഈ കരാറിൽ ഒപ്പുവെക്കുന്നു. കരാർ പ്രകാരം 4 വർഷത്തിനകം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണം. അതായത് 2019 തുറമുഖം യാഥാർത്ഥ്യമാകണമായിരുന്നു. പിന്നീട് അവിടെ ഓഖി ഉണ്ടാകുന്നു, മറ്റ് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു, കോവിഡ് ഒരു വലിയ പ്രതിസന്ധിയായി വരുന്നു. അങ്ങനെ പറഞ്ഞതിൽ നിന്ന് 5 വർഷം കൂടി മുമ്പോട്ട് പോയി 2024 ഡിസംബർ 3 മാത്രമാണ് ഈ തുറമുഖം കമ്മീഷൻ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ആദ്യഘട്ടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ അവർ പ്രതീക്ഷിച്ചിരുന്ന ചെലവിനേക്കാൾ അധികമായ ചെലവാണ് അവിടെ ഉണ്ടായത്. അങ്ങനെ ഏതാണ്ട് 7700 കോടി രൂപ ചെലവിലാണ് ആദ്യഘട്ടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. ഇതിൽ 4400 കോടി രൂപ അദാനി ഗ്രൂപ്പാണ് വഹിച്ചിരിക്കുന്നത്. 3000 കോടി രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാരിന്. അത് ഒരു പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള പ്രൊജക്ട് എന്ന നിലയിൽ 3300 കോടി രൂപ ആണ് സംസ്ഥാനത്തിന് വഹിക്കേണ്ടി വന്നത്. അതിൽ ഡ്രഡ്ജിങ്, അതോടൊപ്പം ഈ പുലിമുട്ട് നിർമ്മാണം, ബ്രേക്ക് വാട്ടർ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ സഹായമാണ് ഏറ്റവും വലിയൊരു നിർണായകമായി മാറിയത്. ഈ 4400 കോടി രൂപ മുതൽ മുടക്കിൽ അവർ ആദ്യഘട്ടത്തിന്റെ നിർമ്മാണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. അത് പൂർത്തിയാകുന്നു. കമ്മീഷൻ ചെയ്ത് 1 വർഷം പൂർത്തിയാകുമ്പോൾ, അതായത് 2026 അവർക്ക് ഇതിനോടകം ലഭിച്ചിരിക്കുന്ന വരുമാനം 1 വർഷം കൊണ്ട് 4400 മുടക്കിയെടുത്ത് 440 കോടി രൂപ മാത്രമാണ്. അത് മാത്രമാണ് അവർക്ക് വരുമാനമായി ലഭിച്ചിരിക്കുന്നത്. നിലവിൽ ഈ തുറമുഖത്തിന്റെ ആകെ മൂല്യമായി കണക്കാക്കുന്നത് $2.85 ബില്യൺ. 2.85 കോടി ബില്യൺ ഡോളറാണ്. അപ്പോൾ അത് നമുക്കറിയാം, അതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ള കാര്യം കൃത്യമാണ്. അതിൽ 1.397 ബില്യൺ ഡോളർ, അതായത് 1.4 ബില്യൺ ഡോളർ ഓഹരിയാണ് MSCക്ക് കൈമാറാൻ ഒരുങ്ങുന്നത്. അപ്പോൾ അവർ പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു കാരണം 2004-നും 2013-നും ഇടയിൽ 4 സർക്കാരുകൾ പലതവണ ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാനുള്ള ചർച്ചകൾ നടത്തി. 4 തവണ അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ പരാജയപ്പെട്ട സ്ഥാനത്താണ് 5ാമതായി അദാനി പോർട്സ് വരുന്നത്. അവർ അതിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നത്, വളരെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ഈ തുറമുഖം അവിടെ യാഥാർത്ഥ്യമാക്കുന്നത്. അവിടെ നിലവിലുള്ള വ്യവസ്ഥകൾ പ്രകാരം മുമ്പോട്ട് പോയാൽ അവർക്ക് അവിടെ നിന്ന് അവർ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ കഴിയില്ല. അതായത് 1000 കപ്പലുകൾ വന്നു പോയിട്ടും ആകെ ഉണ്ടായിരിക്കുന്ന റവന്യൂ ജനറേഷൻ 440 കോടി രൂപ മാത്രമാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് അവിടേക്ക് വിദേശ നിക്ഷേപം ഒരു അനിവാര്യതയായി മാറിയത് എന്ന വിശദീകരണവുമായാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. യെസ്, അദാനിയുടെ കണക്കും വിശദീകരണവും അങ്ങനെയാണ്. ഇതൊരു വിവാദമാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അത്തരം ചില വിശദീകരണങ്ങൾ നടത്താൻ അവർ ശ്രമിക്കുന്നത് എന്നതാണ് സാഹചര്യം. എന്തായാലും ഈ കണക്കുകളൊക്കെ സർക്കാരും പരിശോധിക്കട്ടെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാവാം അവരും വിശദീകരണത്തിലേക്ക് വരുന്നത്. ഇതിൽ അദാനിയുടെ മറ്റ് ചില വിശദീകരണങ്ങൾ കൂടി വരുന്നുണ്ട്. അതായത് വിദേശ നിക്ഷേപത്തിൽ കരാർ ലംഘനം ഉണ്ടായിട്ടില്ലെന്നാണ് അവർ വാദിക്കുന്നത്. അദാനി പോർട്ട് അധികൃതർ വിദേശ കമ്പനിയുമായി ധാരണയിലെത്തിയ ശേഷം മാത്രമേ സർക്കാരിൻ്റെ അനുമതി തേടാൻ കഴിയൂ. തുറമുഖത്തിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഭൂരിഭാഗവും അദാനി പ്രതിനിധികൾ തന്നെ തുടരും. എന്നാൽ കരാർ യാഥാർത്ഥ്യമായാൽ MSC പ്രതിനിധികളും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഉൾപ്പെടുമെന്നാണ് പറയുന്നത്. പ്രദേശവാസികൾക്ക് നൽകുന്ന നൈപുണ്യ വികസനം, പ്രാദേശിക വികസനം അടക്കമുള്ള പരിപാടികളിൽ MSCയുടെ പങ്കാളിത്തവും ഉണ്ടാകും. ഭൂരിപക്ഷ ഓഹരി പങ്കാളി എന്ന നിലയിൽ തുറമുഖത്തിൻ്റെ നിയന്ത്രണം അദാനി പോർട്ടിന് തന്നെയായിരിക്കുമെന്നുമാണ് അദാനി പോർട്ട് സ്പെഷ്യൽ എക്കണോമിക് സോൺ CEO അശ്വിനി ഗുപ്ത അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഡാൻ, ഇത് ഒരു വിവാദമായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരം വിശദീകരണം നടത്താണ്ടി വരുന്ന അദാനിക്ക്. അദാനി എന്താണ് വാദിക്കുന്നത്? ആ കമ്പനി വിശദമാക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? അതായത് ഇത് രാഷ്ട്രീയമായി വലിയ തരത്തിൽ ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ആ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ദേശീയ തലത്തിലും അല്ലാതെയും എതിർപ്പുകൾ ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ അദാനി പോർട്സിന്റെ സ്പെഷ്യൽ എക്കണോമിക് സോൺ CEO ആയിട്ടുള്ള അശ്വിനി ഗുപ്ത രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം മറ്റ് ഒരു സംസ്ഥാനത്താണ്
യാത്രയിലാണ്, ഒരു വിസിറ്റിലാണ്. അവിടെ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അദ്ദേഹം പ്രധാനമായി പറഞ്ഞു വെക്കുന്നത് രാജ്യത്തുള്ള ഒരു കമ്പനിക്ക് വിദേശത്തുള്ള ഒരു കമ്പനിയുമായി ഇങ്ങനെ ഒരു വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് നടക്കണമെങ്കിൽ പ്രാഥമികമായ ധാരണ ഈ രണ്ട് കമ്പനികൾ തമ്മിൽ ഉണ്ടാകണം. അങ്ങനെ ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി തേടാൻ കഴിയും. അങ്ങനെ അനുമതി തേടുന്നതിന് മുമ്പ് അത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയെ അറിയിക്കണം എന്നത് സ്വാഭാവികമായ നടപടിക്രമമാണ്. ആ നടപടിക്രമം പൂർത്തിയാക്കിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട കത്ത് നൽകിയിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 49% ഓഹരികളാണ് MSCക്ക്, അതായത് അദാനിക്കുള്ള ഷെയർ ഹോൾഡിങ്ങിൻ്റെ 49% ഓഹരി ആണ് കൈമാറാൻ ഉദ്ദേശിക്കുന്നത് MSCക്ക്. അപ്പോഴും ഇതിലെ ഭൂരിപക്ഷം ഓഹരികളും അദാനി പോർട്സിന്റെ കൈവശം തന്നെയാണ്. അതുകൊണ്ട് ഉടമസ്ഥാവകാശത്തിൽ ഒരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കില്ല. അവിടെ ഒരു കരാർ ലംഘനവും ഉണ്ടായില്ല. അദാനി പോർട്സിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഭൂരിഭാഗവും അദാനി പോർട്സിന്റെ ഭാരവാഹികൾ തന്നെയായിരിക്കും. പക്ഷേ അവിടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ പ്രതിനിധികളും അവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഉൾപ്പെടും. അവിടെ നടക്കാൻ പോകുന്ന നൈപുണ്യ വികസന പരിശീലന പരിപാടികളിലടക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികളാണ്. അവിടെ അദാനി പോർട്സിന് ഏത് തരത്തിലുള്ള പങ്കാളിത്തമാണോ ഉള്ളത് അതുപോലെ തന്നെ MSCക്കും പങ്കാളിത്തം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരും. അത് അവിടുത്തെ പ്രാദേശിക വികസന പ്രവർത്തനങ്ങളെ അടക്കം സഹായിക്കും എന്ന ഒരു വിശദീകരണം കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഉയരുന്ന ആശങ്ക ഏതെങ്കിലും തരത്തിൽ ഇത്രയധികം ഏതാണ്ട് 13,000-ലധികം കോടി രൂപയുടെ നിക്ഷേപം MSC നടത്തുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ നിയന്ത്രണം MSCക്കായി പോകുമോ എന്ന തരത്തിലുള്ള ഒരു ആശങ്ക വരുന്നുണ്ട്. ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. അവിടെ കൃത്യമായി ഇതിൻ്റെ നിയന്ത്രണം അദാനിക്ക് തന്നെയായിരിക്കും. അതിലൊരു വ്യത്യാസവും വരില്ല. അല്ലാതെ ഉയരുന്ന ആശങ്കകളൊക്കെ ഈ പോർട്ടിൻ്റെ സുരക്ഷിതമായ ഭാവിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല എന്ന വിശദീകരണവുമായാണ് ഇപ്പോൾ അദാനി പോർട്സ് ഔദ്യോഗികമായി രംഗത്ത്. ശരി, ഇതിനിടയിൽ അദാനി ഒരു കത്ത് കൂടി സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. അതായത് ആദ്യം അനുമതി തേടി ഒരു കത്ത് നൽകി. ഈ കത്തിന് കൂടുതൽ വിശദീകരണമാണ് നൽകിയത്. ആദ്യം നൽകിയതിനേക്കാൾ കൂടുതൽ ഒരു വ്യക്തത വരുത്തിയാണ് ഈ കത്ത്. ഇതിലൂടെ യഥാർത്ഥത്തിൽ അദാനി ലക്ഷ്യമിടുന്ന മറ്റൊന്നുമല്ല, സർക്കാരിൻ്റെ അനുമതിയാണ്. ഈ കത്ത് കൂടി ലഭിക്കുമ്പോൾ സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നതുമാണ് പ്രസക്തമായ കാര്യം. വീണ്ടും കത്ത് നൽകുക എന്ന് പറഞ്ഞാൽ തങ്ങൾ കരാർ ലംഘനം നടത്തിയിട്ടില്ലെന്ന് അദാനി ആദ്യം തന്നെ വിശദമാക്കുന്നു. വീണ്ടും അതിൻ്റെ കൂടുതൽ സാങ്കേതിക വശങ്ങളാവാം ഈ കത്തിലുള്ളത്. അതിൻ്റെ ഉള്ളടക്കം പൂർണ്ണമായി പുറത്തു വരേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, സർക്കാരിൻ്റെ പരിഗണനയിലുള്ള വിഷയത്തിൽ സർക്കാരിന് മേൽ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലും തീരുമാനമെടുക്കാനുള്ള ഒരു സമ്മർദ്ദം കൂടിയാണോ ഈ ഇത്തരം വിശദീകരണ കമ്മ്യൂണിക്കേഷന് പിന്നിൽ? അതായത് ഇത് ഞാൻ എൻ്റെ ഒരു ഗസ് പറയുകയാണ്. ഇതിനെപ്പറ്റി നമുക്ക് ഇതുവരെയുള്ള വിവരങ്ങൾ അപ്ഡേറ്റഡ് ആയിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഏത് വിധേനയും ഈ തുറമുഖം നടത്തിക്കൊണ്ട് പോകണം. കാരണം അദാനി അവിടുന്ന് പിന്മാറിയാൽ അത് ഒരിക്കലും സംസ്ഥാനത്തിന് ഏറ്റെടുത്ത് നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല ഉള്ളത്. കാരണം നിലവിൽ ആ കണക്കുകളൊക്കെ അങ്ങനെയാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കരാറുമായി മുമ്പോട്ട് പോകേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്. അതിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും സമ്മർദ്ദമുണ്ടാകും. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയമായ വിമർശനങ്ങളെയും വിവാദങ്ങളെയും അവർക്ക് അതിജീവിക്കേണ്ടതുണ്ട്. ഇതിൽ ഒരു കാര്യത്തിൽ അവർ കൃത്യമായി ആശ്വാസം കണ്ടെത്തുന്നുണ്ട്. അതായത് കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാർ ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ ഒരു സ്വപ്ന പദ്ധതിയായി കൊണ്ടുവന്ന് അതിൻ്റെ കമ്മീഷനിങ് അടക്കം നടക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. മാത്രവുമല്ല, ഈ നിക്ഷേപ പദ്ധതി വരുന്നതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം ദേശാഭിമാനി പാർട്ടി പത്രത്തിൻ്റെ 1-ാം പേജിൽ അത് എത്ര കണ്ട് രണ്ടാം പിണറായി സർക്കാരിൻ്റെ നേട്ടമെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ആദ്യ ലേഖനം വരുന്നത്. പിന്നീട് അവർ ആ നിലപാട് മാറ്റുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഉള്ളിൽ നിന്ന് തന്നെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയമായ വിമർശനങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ്. അതല്ല എങ്കിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ നേട്ടമായി വ്യാഖ്യാനിക്കാനുള്ളൊരു സാഹചര്യമായിരുന്നു ഉരുത്തിരിയുക. എന്തായാലും നിലവിൽ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ വിവാദം കൊടുമ്പിരി കൊള്ളുന്നതിനിടയിലാണ് അതിലൊരു വ്യക്തത വരുത്തിക്കൊണ്ട് അവർ രംഗത്തെത്തുന്നത്. എനിക്ക് തോന്നുന്നത് നിയമപരമായി അവർ പറയുന്ന കാര്യങ്ങൾ അത് ശരിവെച്ച് കൊടുക്കുന്ന തരത്തിലേക്ക് അവസാനം എത്തേണ്ടി വരും. പക്ഷേ അതിന് രാഷ്ട്രീയമായി ഉണ്ടാകുന്ന വിമർശനങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും? പ്രത്യേകിച്ച് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഉപജീവനത്തെ പ്രതികൂലമായി ബാധിക്കുമോ? തീരശോഷണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമോ? ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വേണം. 2, ഇത് പ്രാദേശിക വികസനത്തെ എങ്ങനെ സഹായിക്കും? ആദ്യഘട്ടത്തിൽ അത് 1-ാം ഘട്ടം പൂർത്തിയാകുമ്പോൾ തന്നെ 2000 പേർക്ക് തൊഴിൽ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ദൗർഭാഗ്യവശാൽ അതുണ്ടായില്ല. അതിൻ്റെ പ്രാദേശികമായി തൊഴിൽ കിട്ടിയവരുണ്ട്, പക്ഷേ ആ പറഞ്ഞ സംഖ്യയിലേക്ക് എത്തിയില്ല. അതിൻ്റെ കാരണം
ഇത് ജലമാർഗം മാത്രമാണ് ഈ കണ്ടെയ്നറുകൾ ഇപ്പോൾ കൈകാര്യം ചെയ്യപ്പെടുന്നത്. അത് കരമാർഗം, റോഡിലൂടെയും റെയിൽ മാർഗവുമൊക്കെ കൈകാര്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവിടെ ഗോഡൌണുകൾ ആവശ്യമായി വരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഹോട്ടലുകൾ അല്ലെങ്കിൽ അനുബന്ധ വികസന മേഖലകളൊക്കെ യാഥാർത്ഥ്യമാകുന്നത് അപ്പോൾ മാത്രമായിരിക്കും. അതിനി എത്ര കൂടി കാത്തിരിക്കണം? ഈ അദാനി അനൗദ്യോഗികമായി പങ്കുവെക്കുന്ന അവരുടെ ഒരു നിലപാടുണ്ടല്ലോ, അതായത് ഈ പ്രാദേശിക വികസനം സാധ്യമാവാത്തത് അല്ലെങ്കിൽ കണ്ടെയ്നറുകൾ അകത്തേക്കും പുറത്തേക്കും റോഡ് മാർഗം പോകാത്തത് ഞങ്ങളുടെ വീഴ്ചയല്ല, സർക്കാരുകൾ അതായത് കേന്ദ്ര സ്റ്റേറ്റ് സർക്കാരുകൾ അതിൽ നിലപാടെടുക്കാത്തത് കൊണ്ടും പദ്ധതി സ്ഥലമേറ്റെടുക്കൽ റോഡ് നിർമ്മാണം അടക്കം പൂർത്തീകരിക്കാത്തതെന്നാണ്. അപ്പോൾ ആ വിശദീകരണം കൂടി ഒരുപക്ഷെ ഈ കത്തിൻ്റെ ഉള്ളടക്കമായി വരാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ അത് സ്വാഭാവികമായി അവർ മുമ്പോട്ട് വെക്കുന്ന ആ വാദത്തെ പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയുമോ? കാരണം തുറമുഖം യാഥാർത്ഥ്യമായി. കണ്ടെയ്നറുകൾ വന്നു. ഏതാണ്ട് 16 ലക്ഷം TU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷി നിലവിൽ അവിടെയുണ്ട്. അത് വന്നും പോയി. അതായത് 1000 കപ്പലുകൾ ഇതിനോടകം എത്തി. അതിൽ തന്നെ 79ഓളം മദർഷിപ്പുകളാണ്. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾ അടക്കം വിഴിഞ്ഞത്തേക്ക് എത്തി. പക്ഷേ അതിൻ്റെ പ്രാദേശികമായ നേട്ടം GST എന്ന നികുതി വരുമാനത്തിനപ്പുറം 200 കോടി രൂപ GST ഇനത്തിൽ മാത്രം സംസ്ഥാനത്തിൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് അത് നമുക്കൊരു അഡീഷണൽ ബെനിഫിറ്റായി മാറുന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിൽ വീഴ്ച സംസ്ഥാനത്തിൻ്റേത് മാത്രമാണ്. അത് LDF ആയാലും UDF ആയാലും. അവിടെ ഈ വിമർശനങ്ങൾക്കൊക്കെ അപ്പുറം യാഥാർത്ഥ്യബോധത്തോടെ കൈകോർത്തുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് വേണ്ടത്. അവിടെയാണ് ഈ കൊടിയുടെ നിറം നോക്കാതുള്ള ഒരു ഇടപെടൽ യാഥാർത്ഥ്യമായാൽ മാത്രമേ അതിൻ്റെ വികസനത്തിൻ്റെ സാധ്യതകൾ വിഴിഞ്ഞം പ്രദേശവാസികൾക്കും കേരളത്തിന് മുഴുവനും വിനോദസഞ്ചാര മേഖലയിലടക്കം അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ റെയിൽ റോഡ് കണക്ടിവിറ്റി അടിയന്തരമായി യാഥാർത്ഥ്യമാകേണ്ടത് ഒരു അനിവാര്യതയായി നിൽക്കുന്നത്. ശരി, അതാണ് സാഹചര്യം. ഇതാണ് അദാനിയുടെ പുതിയ കത്ത്. ആ കത്തിൻ്റെ ഉള്ളടക്കം കൂടി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും സർക്കാരിന് മേൽ ഈ അനുമതി തേടലിന് വേണ്ടി പുതിയ സമ്മർദ്ദത്തിലാണ് അദാനിയുടെ ശ്രമം. തങ്ങളുടെ വാദമുഖങ്ങൾ കരാറിൻ്റെ വിവിധ വ്യവസ്ഥകളടക്കം ഒന്നുകൂടി ഉദ്ധരിച്ചുകൊണ്ടുള്ള വാദമുഖത്തിനാണ് അദാനിയുടെ ശ്രമം. ഇതിനിടയിൽ മറ്റ് വിശദീകരണങ്ങളൊക്കെ അദാനി നൽകുന്നു. തങ്ങൾക്ക് മറ്റ് ലക്ഷ്യങ്ങളില്ല, കമ്പനിയുടെ ഇതുവരെയുള്ള സാമ്പത്തിക കണക്കുകളടക്കം അവർ പുറത്തുവിട്ടുകൊണ്ടാണ് നീക്കം നടത്തുന്നത്.